അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണ്. പവർ കട്ട് ഇനിയും തുടർന്നേക്കും. നിയന്ത്രണം ഒഴിവാക്കാനാകാത്ത സാഹചര്യമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത്. വർദ്ധിച്ച ഉപയോഗം, കുറഞ്ഞ ആഭ്യന്തര ഉത്പാദനം, കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ട സാഹചര്യം, ഇതൊക്കെയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം. അതേസമയം പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനിടയിൽ വരുന്നൊരു വിവരം, സംസ്ഥാനത്ത് ഇന്നലെ രാത്രിയിൽ വൈകുന്നേരം സംഭവിച്ചൊരു ദൃശ്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ കാണിക്കാം. സംസ്ഥാനത്ത് ജനത്തെ വലയ്ക്കുന്ന പവർക്കെട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പെട്ടു. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു മിഷൻ സമുദ്ര പരിപാടിയിൽ പങ്കെടുത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സാമൂതിരിമാരും എനിക്ക് തോന്നുന്നത് കുഞ്ഞാലി വരയ്ക്കാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കറണ്ടങ്ങ് പോയി. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയ്ക്ക് ACBക്കും പവർ കട്ടിനും എന്തോന്നു മുഖ്യമന്ത്രി 5 മിനിറ്റോളം മുഖ്യമന്ത്രിക്ക് അവിടെ കാത്തിരിക്കേണ്ടി വന്നു. പിന്നീടാണ് ജനറേറ്ററൊക്കെ ഓൺ ചെയ്ത് മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. മുഖ്യമന്ത്രി അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ മുഖ്യമന്ത്രിയും പവർ കട്ടിൽ കുടുങ്ങി. ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. പോർച്ചുഗീസുകാരുമായി സാമൂതിരി രാജാവ് ഏറ്റുമുട്ടുന്നത് കുഞ്ഞാലിമരക്കാർ നടത്തിയ വലിയ പോരാട്ടം, കടലിൽ നടത്തിയ വലിയ പോരാട്ടം പരാജയപ്പെട്ടെങ്കിലും വീരോചിതമായ കേരള സമുദ്ര മിഷൻ സംഘടിപ്പിക്കുന്ന സമുദ്ര കോൺക്ലേവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് 7 മണിക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി കൃത്യം 7 മണിക്ക് സംസാരിക്കാൻ തുടങ്ങി 1 മിനിറ്റ് തികയും മുൻപ് തന്നെ കറണ്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. വൈദ്യുത പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് മുഖ്യമന്ത്രി 10 മിനിറ്റോളം പോഡിയത്തിൽ സംസാരിക്കാതെ നിലയുറപ്പിച്ചു. പിന്നീട് വൈദ്യുതി വന്നതിന് ശേഷം മാത്രമാണ്, ജനറേറ്റർ ഉപയോഗിച്ച് വൈദ്യുതി വന്നതിന് ശേഷം മാത്രമാണ് മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ ആയെന്നുള്ളതാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കും വരെ മുഖ്യമന്ത്രി പോഡിയത്തിൽ തന്നെ തുടരേണ്ടതായിട്ട് വന്നു. കറണ്ട് വന്നാലല്ലേ സംസാരിക്കാൻ സാധിക്കൂ എന്നാണ് മുഖ്യമന്ത്രി ഈ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ച ഘട്ടത്തിൽ പറഞ്ഞത്. പവർ പോയിന്റ് യാദൃശ്ചികമായിരിക്കാം, ടെക്നിക്കൽ എറർ കൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും മൈക്കിന് ജീവാപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു സമാധാനം. ഈ 7 മണി സമയത്തോടുകൂടി തുടങ്ങിയ കോൺക്ലേവിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വൈദ്യുത പ്രതിസന്ധി ഉണ്ടാവുകയും കറണ്ട് കട്ട് ഉണ്ടാവുകയും ഏകദേശം 10 മിനിറ്റോളം സമയം മുഖ്യമന്ത്രി പോഡിയത്തിൽ തന്നെ നിലയുറപ്പിക്കുകയും പിന്നീട് ജനറേറ്റർ സംവിധാനം ഉപയോഗിച്ച് വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് വീണ്ടും മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാനായത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പവർ കട്ടിന് എന്തോന്ന് മുഖ്യമന്ത്രി അല്ലേ?